ചില വിശ്വാസ സത്യങ്ങൾ. കൊച്ചുമോൻ പള്ളിക്കപ്പറമ്പ് ചിങ്ങവനം. ഭാഷാപരം നമ്മുടെ ഇന്നത്തെ പഠന വിഷയം. നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. കോരിന്ത്യർ 14:5 പറഞ്ഞിരിക്കുന്നതിനാൽ പല നൂതന സഭയിൽ വിശ്വാസികൾ മറുഭാഷ പറയുന്ന രീതി കാണാം. തങ്ങൾക്ക് ലഭിക്കുന്ന ദൈവവരത്തിൻ്റെ ബാഹ്യ പ്രകടനമായി ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്ത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണെന്ന് ഈ കൂട്ടർ വിശ്വസിക്കുന്നു. എന്നാൽ സഭയിൽ ഭാഷാപരം എന്തിനായിരുന്നു എന്നും അതിൻ്റെ പ്രയോജനം എന്തായിരുന്നു എന്നും മനസ്സിലാക്കുന്നതിന് ആത്മാവിൻ്റെ പ്രകാശങ്ങളെക്കുറിച്ച് അവ എന്താണെന്ന് 1 കോരിന്ത്യർ 12:7 പറഞ്ഞിരിക്കുന്നതിന് നോക്കാം. 1 ജ്ഞാനത്തിൻ്റെ വചനം, 2 വിശ്വാസം, 3 രോഗശാന്തി വരം, 4 വീര്യപ്രവൃത്തികൾ, 5 പ്രവചനം, 6 ആത്മാക്കളുടെ വിവേചനം, 7 പലവിധ ഭാഷ, 8 ഭാഷകളുടെ വ്യാഖ്യാനം. ഇവയാണ്. ഇവയിൽ നമുക്ക് വിഷയമായിരിക്കുന്നത് ഭാഷാവരമാകുന്നു. ആദ്യകാലങ്ങളിൽ സഭയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിരുന്നു ഭാഷാവരം. യേശുവിൻ്റെ ശിഷ്യന്മാരായവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും സുവിശേഷം അറിയിക്കുന്നതിനായി പോവുകയും വിശ്വസിക്കുന്നവരെ സഭയിൽ ചേർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഓരോരുത്തരും അവരവർ പോയ രാജ്യങ്ങളിലെ ഭാഷ പഠിച്ചിട്ട് സുവിശേഷം അറിയിക്കുന്നതിന് നിർവാഹമില്ലായിരുന്ന സമയത്ത് ദൈവം അവർക്ക് പലവിധ ഭാഷകൾക്കുള്ള വരം കൊടുത്തിരുന്നു. ഇപ്രകാരം AD 52 തോമാസ് ശ്ലീഹ ഇന്ത്യയിൽ വരികയും താൻ പ്രസംഗിക്കുന്നത് മലയാളികൾക്കും തമിഴർക്കും ഒരേ സമയത്ത് ഗ്രഹിക്കുവാൻ കഴിഞ്ഞു. ഇതായിരുന്നു ഭാഷാപരത്തിൻ്റെ മർമ്മം. സെഹിയോൻ മാളികയിലും ഇപ്രകാരമായിരുന്നു സംഭവിച്ചത്. പല ഭാഷകളിൽ അറിയാമായിരുന്നവർക്ക് അവരുടെ ഭാഷകളിൽ സുവിശേഷം കേൾവിപ്പെട്ടു. അതായിരുന്നു സെഹിയോൻ മാളികയിൽ നടന്ന അത്ഭുതം. ഭാഷാപരത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായ നിലയ്ക്ക് ഈ വരം ഒരു കാലയളവ് കഴിയുമ്പോൾ നിന്നു പോകുമെന്ന് പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. പ്രവചനവരമോ അത് നീങ്ങിപ്പോകും. ഭാഷാവരമോ അത് നിന്നുപോകും. 1 കോരിന്ത്യർ 13:8. ചില ആത്മവരങ്ങൾ നീങ്ങിപ്പോകുമെന്നാണ് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. നീങ്ങിപ്പോകുമെന്ന് പറയുന്നതിൽ നിന്നും കുറച്ചുനാൾ അവ ഇല്ലാതിരുന്ന ശേഷം വീണ്ടും ഉണ്ടാകും എന്ന അർത്ഥത്തിൽ പ്രവചനവരം പെടുമ്പോൾ മേലാൽ ഉണ്ടായിരിക്കുകയില്ല എന്ന അർത്ഥത്തിൽ നിന്നുപോകും എന്നാണ് ഭാഷാവരത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ആത്മവരങ്ങൾ എല്ലാം തന്നെ അംശമായ അല്ലെങ്കിൽ നിസാരമായ കാര്യങ്ങളായി സാമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുകയും പൂർണ്ണമായത് വരുമ്പോൾ അംശമായ അത് പലതും നിന്നുപോകും എന്ന് ഇവിടെ പൂർണ്ണമായത് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് സഭയുടെ ലോകവ്യാപകമായ വളർച്ചയെക്കുറിച്ചാണ്. ഇപ്രകാരം സഭ പൂർണ്ണമായത് അച്ചടിയും മഷിയും കടലാസും കണ്ടുപിടിച്ച് സുവിശേഷം ലഘുലേഖകളായും പുസ്തക രൂപേണയും ഉച്ചഭാഷണിയിലും റേഡിയോ, TV, യൂട്യൂബ് മുതലായ മാധ്യമങ്ങൾ വഴിയും ഘോഷിക്കാൻ തുടങ്ങിയ കാലം മുതൽ സഭയുടെ വളർച്ച പൂർണ്ണമായി തീർന്നു. അപ്പോൾ മുതൽ ഭാഷാപരം നിന്നുപോകും. പിന്നീട് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇപ്രകാരം ദൈവവചനങ്ങളുടെ ശരിയായ അർത്ഥം മനസ്സിലാക്കാതെ മറുഭാഷ മദ്യപാനികൾ ബോധരഹിതരായി ഓരോന്ന് വിളിച്ചു പറയുന്നത് പോലെ അർത്ഥമില്ലാത്ത രീതിയിൽ ബഹളം കൂട്ടുന്നത് കൊണ്ട് ആത്മീയ ചൈതന്യം ഉണ്ടാകുന്നു? ആത്മാവിൻ്റെ പ്രകാശനം എല്ലാം തന്നെ പൊതുജനങ്ങൾക്ക് പ്രയോജനമുണ്ടാകാനായാണ് നൽകപ്പെട്ടിരിക്കുന്നത്.
അത് 1 കൊരിന്ത്യർ 12:7. മറുഭാഷ പറഞ്ഞാൽ എന്ത് പൊതുപ്രയോജനമാണ് ഉണ്ടാകുന്നത്? നാം നടന്നു പോകുന്ന വഴിയിൽ പോലും കിടക്കുന്ന പൊട്ടിയ ഗ്ലാസ് മുറി അല്ലെങ്കിൽ ഒരു ആണിയോ കണ്ടാൽ അത് സഹൃദയരായവർ എടുത്തു മാറ്റുന്നത് മൂലം മറ്റുള്ളവരുടെ കാലുകളിൽ അത് തറയ്ക്കാതിരിക്കും. ഇത്തരം പൊതുപ്രയോജനം ഉണ്ടാകുന്നതിനാണ് ആത്മവരങ്ങൾ എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. അതുപോലെ ആത്മാക്കളെ എല്ലാം തന്നെ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യാനും കൂടിയാണ്. ആത്മവരങ്ങളെ ശിശുവായി 11-ാം വാക്യത്തിൽ ഉപമിച്ചിരിക്കുന്ന ഭാഗം, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. അപ്രകാരം ഒരിടത്ത് അംശമായ സംഗതിയായി മറ്റൊരിടത്ത് ശിശുവിനെ പോലെയുള്ളതായും സഭയുടെ ശൈശവത്തെ ഉദ്ദേശിച്ചായിരുന്നു. പിന്നീട് ആത്മവരങ്ങളിൽ ഭാഷാവരം നിന്നു പോകുമെന്ന് പറഞ്ഞിരിക്കെ ഇപ്പോഴും ഉണ്ടെന്ന് പഠിപ്പിക്കുന്നത് വേദാനുസരണമാകുമോ? നാം സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കേണ്ടവരാകുന്നു. അതിനാൽ അന്യഭാഷകൾ അടയാളം ആയിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കത്രേ. 1 കൊരിന്ത്യർ 14:22 പറഞ്ഞിരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. ഇപ്രകാരം തനിക്ക് വരുത്തുന്ന ആത്മീയ വർധന എങ്ങനെ പൊതുജന പ്രയോജനമാകും? പ്രവചനവരം ലഭിച്ചവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. ഭാഷാവരം ഉണ്ടായിരുന്നപ്പോൾ പോലും അതിൻ്റെ അർത്ഥം പറയുന്നവൻ ഇല്ലെങ്കിൽ സഭയിൽ മിണ്ടാതിരിക്കട്ടെ. അവനേക്കാൾ ദീർഘദർശനം പറയുന്നവൻ വലിയവൻ എന്ന് പറയുന്നു. കൊരിന്ത്യർ 14:28. യേശു സഭ സ്ഥാപിച്ചപ്പോൾ സത്യവിശ്വാസമാകുന്ന പാറമേലായിരുന്നു. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ലെന്ന് പറഞ്ഞത് ദുരുപദേശക്കാർ സാത്താൻ്റെ ഉപദേശം കൊണ്ടുവന്ന് പഠിപ്പിച്ചാലും പഴയ സഭ നശിച്ചു പോവുകയില്ലെന്നാണ്. ഈ സഭയിൽപ്പെട്ട് ജീവിച്ച ധാരാളം ആളുകൾ ആത്മവരങ്ങൾ കൊണ്ട് പൊതുപ്രയോജനം ചെയ്ത് ജീവിച്ചിട്ടില്ലേ? അവർ മദർ തെരേസയും ഫാദർ ഡാമിയനും ഡേവിഡ് ലിവിങ്സ്റ്റണും തുടങ്ങി പലരും ദൈവസ്നേഹം പ്രവൃത്തിയിൽ കാണിച്ച് ജീവിച്ചിട്ടുള്ളവരായിരുന്നില്ലേ? സത്യത്തിലും ആത്മാവിലും ആരാധന നടത്തുന്ന സഭ തങ്ങളുടേതാണെന്ന് മാത്രം അഭിപ്രായപ്പെടുന്നവർ അവകാശപ്പെടുന്നതിൻ്റെ ഈ യാഥാർത്ഥ്യം മനസ്സിലാകുന്നില്ല. നമ്മുടെ സഭ മറുഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. രക്ഷയ്ക്കായി നാം അതുകൊണ്ട് മറ്റു സഭകളിൽ പോകേണ്ട ആവശ്യം ഒരിക്കലും ഇല്ല. താങ്ക് യു.